ഹായ് ഓൾ, വെൽക്കം ടു ബയോ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേട്ടഗറി നാച്ചുറൽ സയൻസ് എക്സാമിന് എവല്യൂഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സയൻറ്റിസ്റ്റ് ഇൻ ഹിസ് റീക്യാപിറ്റുലേഷൻ തിയറി സ്റ്റേറ്റഡ് ദാറ്റ് ഓണ്ടോജനി റീക്യാപിറ്റുലേറ്റ്സ് ഫൈലോജനി? Which scientist in his recapitulation theory stated that ontogeny recapitulates phylogeny? Correct answer is option A, Ernest Haeckel. Okay, correct answer is option A, Ernest Haeckel. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which theory attempts to explain to us the origin of universe? ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത തിയറി ഏതായിരുന്നു? നമുക്കറിയാം അല്ലേ? ഏതായിരുന്നു? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിഗ് ബാങ് തിയറി. Big Bang theory explain the origin of universe. അടുത്ത question. Who demonstrated that life originated from pre-existing cells? അതായത് pre-existing cells എന്ന് പറയുമ്പോൾ മുന്നേ ഉള്ള സെൽസിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന ഒരു കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, ലൂയിസ് പാസ്ചർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് ദ ഒറിജിൻ ഓഫ് ലൈഫ് വിച്ച് എമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് ഫൗണ്ട് ഇൻ ഫ്രീ ഫോം? അതായത് ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത സമയത്ത് ഈ താഴെ കൊടുത്ത ഓപ്ഷനിൽ ഒരെണ്ണം ഫ്രീ ഫോമിൽ കണ്ടിരുന്നില്ല. അതേതാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടി പറയാം. ഡ്യൂറിങ് ഒറിജിൻ ഓഫ് ലൈഫ് വിച്ച് എമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് ഫൗണ്ട് ഇൻ ഫ്രീ ഫോം? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഓക്സിജൻ അല്ലേ? അതായത് ബാക്കിയുള്ള മീഥെയ്ൻ, അമോണിയ, ഹൈഡ്രജൻ ഇതൊക്കെ നമുക്ക് ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത സമയത്ത് ഫ്രീ ഫോംസിൽ തന്നെ പ്രസൻ്റ് ആയിരുന്നു. എന്നാൽ ഓക്സിജൻ ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ഫ്രീ ഫോം. Oxygen was not found in free form. It was produced mainly by blue-green algae. ഓർത്ത് വയ്ക്കുക ഒരു പോയിന്റ്. Oxygen was produced mainly by blue-green algae. Okay, the UV rays broken down the water vapor present in molten mass to oxygen and hydrogen. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Miller in his experiment synthesized simple amino acids from. അതായത് യൂറി മില്ലർ എക്സ്പെരിമെൻറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഈ ഒരു യൂറി മില്ലർ എക്സ്പെരിമെൻറ്റിൽ അവസാനം നമുക്ക് എന്ത് സിന്തസൈസ് ചെയ്തിട്ടുണ്ട് എന്നറിയാം? അമിനോ ആസിഡുകൾ സിന്തസൈസ് ചെയ്തു എന്നറിയാം, അല്ലെങ്കിൽ അമിനോ ആസിഡുകൾ ഫോം ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ? അപ്പോൾ അത് ഏതിൽ നിന്നൊക്കെയാണ് ഈ ഒരു അമിനോ ആസിഡ് ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മില്ലർ ഇൻ ഹിസ് എക്സ്പെരിമെൻറ്റ് സിന്തസൈസ് സിമ്പിൾ അമിനോ ആസിഡ്സ് ഫ്രം. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഹൈഡ്രജൻ, മീഥെയ്ൻ, അമോണിയ ആൻഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്നും കൂടി ഓർത്ത് വെക്കണം. കാരണം യൂറി മില്ലർ എക്സ്പെരിമെൻറ്റിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്തത് എന്നുള്ളതും ചോദിക്കാം. ഓക്കെ, അതിൽ യൂസ് ചെയ്ത ഗ്യാസുകളുടെ കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, മീഥെയ്ൻ, അമോണിയ. ഓക്കെ, വാട്ടറും യൂസ് ചെയ്തിരുന്നു. Then Miller in his experiment synthesized simple amino acids from. അതായത് യൂറി മില്ലർ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് അതിൽ അമിനോ ആസിഡിനെ സിന്തസൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏതിൽ നിന്നാണ് സിന്തസൈസ് ചെയ്തത്? ഹൈഡ്രജൻ, മീഥെയ്ൻ, അമോണിയ, വാട്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഹൈഡ്രജൻ, മീഥെയ്ൻ, അമോണിയ, വാട്ടർ, ഇതിൽ നിന്നാണ് അമിനോ ആസിഡുകളെ സിന്തസൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, Oparin and Haldane theory of organic evolution was experimentally proved by Urey and Stanley Miller in the year 1953. അതായത് നമുക്കറിയാം ഓർഗാനിക് എവല്യൂഷൻ തിയറി എന്താണെന്നുള്ളത് അറിയാം. അതായത് ഓർഗാനിക് എവല്യൂഷൻ തിയറിയിൽ എന്താ പറയുന്നത്? ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് ഓർഗാനിക് സബ്സ്റ്റൻസുകളിൽ നിന്നാണ് എന്ന് പറയുന്ന തിയറിയാണ് ഓർഗാനിക് എവല്യൂഷൻ തിയറി. ഓക്കെ, ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് ഓർഗാനിക് സബ്സ്റ്റൻസുകളിൽ നിന്നാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയാണ് ഓർഗാനിക് എവല്യൂഷൻ തിയറി. അപ്പോൾ ഈ ഒരു ഓർഗാനിക് എവല്യൂഷൻ തിയറി പ്രപ്പോസ് ചെയ്തത് ആരാന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഒപ്പാരിൻ ആൻഡ് ഹാൾഡെയ്ൻ. ഓക്കെ, ഒപ്പാരിനും ഹാൽഡെയ്നുമാണ് ഓർഗാനിക് എവല്യൂഷൻ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷേ ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചില്ല.
ഓർഗാനിക് എവല്യൂഷൻ തിയറി എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചില്ല. പക്ഷേ ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ എന്ത് ചെയ്തു? ഓർഗാനിക് എവല്യൂഷൻ തിയറി ഒരു തിയറി ഫോം ചെയ്തു അല്ലേ, പ്രപ്പോസ് ചെയ്തു. ഈ ഒരു തിയറി പ്രകാരം പറയുന്നത് ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം ഓർഗാനിക് സബ്സ്റ്റൻസസ്. ഓക്കെ, പക്ഷേ ഇത് എക്സ്പെരിമെൻ്റലി ഇവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. ഇത് ചെയ്തത് മറ്റ് 2 സയൻറ്റിസ്റ്റാണ്, യൂറി ആൻഡ് മില്ലർ. യൂറി മില്ലർ എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചതാണ് ഇൻ ദ ഇയർ 1953. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഹു എക്സ്പെരിമെൻ്റലി പ്രൂവ് ദി ഓർഗാനിക് എവല്യൂഷൻ തിയറി. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഓർഗാനിക് എവല്യൂഷൻ തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ ആണ്. പക്ഷേ ഓർഗാനിക് എവല്യൂഷൻ തിയറി എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ യൂറി ആൻഡ് സ്റ്റാൻലി മില്ലറാണ് ഇൻ ദ ഇയർ 1953. അപ്പോൾ സയൻറ്റിസ്റ്റുകളുടെ പേര് മാറിപ്പോവാതെ പഠിക്കുക. ഓക്കെ, ദെൻ ഹൈഡ്രജൻ, മീഥെയിൻ, അമോണിയ ആൻഡ് വാട്ടർ. ഹൈഡ്രജൻ, methane, ammonia and water was kept in a closed flask with electrical discharge. അതായത് ഈ ഒരു യൂറി മില്ലർ എക്സ്പെരിമെൻറ്റിൽ ഇവരെന്ത് ചെയ്തു? വലിയൊരു ഗ്ലാസ്സിലേക്ക് ഒരു ഫ്ലാസ്കിലേക്ക്, വലിയൊരു ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഫ്ലാസ്ക് ആയിരുന്നു അല്ലേ, അതിലേക്ക് എന്ത് ചെയ്തു? ഹൈഡ്രജൻ, മീഥെയിൻ, അമോണിയ, വാട്ടർ ഒക്കെ ആഡ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് കൊടുക്കുകയാണ്. ഓക്കെ, he produced a small living atmosphere in the laboratory and the flask was maintained at 800 degree Celsius. Okay, 800 degree Celsius ആയിരുന്നു മെയിൻറ്റെയിൻ ചെയ്തത്. ദെൻ ഫൈനലി ഇവരെന്ത് നോട്ടീസ് ചെയ്തു? അമിനോ ആസിഡ്സ് ലൈക്ക് ഗ്ലൈസിൻ, അലനിൻ ആൻഡ് അസ്പാർട്ടിക് ആസിഡ്, ദെൻ ഫാറ്റി ആസിഡ്സ് ആൻഡ് സം അതേഴ്സ് ലൈക്ക് യൂറിയ are formed in this flask. ഓക്കെ, പല അമിനോ ആസിഡുകളൊക്കെ ഈ ഒരു ഫ്ലാസ്കിനുള്ളിൽ ഫോം ചെയ്തതായിട്ട് ഇവർ നോട്ടീസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ആ ഒരു എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഇത്രയും പോയിൻറ്റ്സ് തന്നെ നമുക്കിവിടെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അതായത് മില്ലർ ഇൻ ഹിസ് എക്സ്പെരിമെൻറ്റ് സിന്തസൈസ്ഡ് ദി അമിനോ ആസിഡ്സ് ഫ്രം, കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഹൈഡ്രജൻ, മീഥെയിൻ, അമോണിയ ആൻഡ് വാട്ടർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ വാസ് റിജക്റ്റഡ് ബൈ വിച്ച് സയൻറ്റിസ്റ്റ്? അതായത് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു തിയറിയാണ്. ഓക്കെ, സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ചില സബ്സ്റ്റൻസുകളിൽ നിന്നും ലൈഫ് ഒറിജിനേറ്റ് ചെയ്തു എന്ന് പറയുന്ന തിയറിയാണ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. ഓക്കെ, അപ്പോൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഈ ഒരു സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയെ റിജക്റ്റ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, പാസ്റ്ററാണ്. ലൂയിസ് പാസ്റ്ററാണ് എന്ത് ചെയ്തത്? ഈ ഒരു സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി റിജക്റ്റ് ചെയ്തത്. ഓക്കെ, ദെൻ വാട്ട് ഡിഡ് സ്റ്റാൻലി മില്ലർ സിന്തസൈസ് ഇൻ ഹിസ് എവല്യൂഷൻ എക്സ്പെരിമെൻറ്റ്? സ്റ്റാൻലി മില്ലർ ആ ഒരു യൂറി മില്ലർ എക്സ്പെരിമെൻറ്റിൽ നിന്നും എന്താണ് സിന്തസൈസ് ചെയ്തെടുത്തത്? എന്തായിരുന്നു? അമിനോ ആസിഡ്സ് ആണ് അല്ലേ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അമിനോ ആസിഡ്സ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് ദ ടൈം ഓഫ് എവല്യൂഷൻ ദ പോസിബിൾ എനർജി സോഴ്സസ് വേർ. ഡ്യൂറിങ് ദ ടൈം ഓഫ് എവല്യൂഷൻ ദ പോസിബിൾ എനർജി സോഴ്സസ് വേർ. എന്തായിരുന്നു എനർജി സോഴ്സസ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്തു ആ ഒരു ഫ്ലാസ്കിൽ നമ്മൾ പറഞ്ഞു. ഇലക്ട്രോഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് യൂസ് ചെയ്തത് അവിടെ എന്തായിരുന്നു? ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ അത് ലൈറ്റ്നിങ്ങുമായിട്ട് സാമ്യപ്പെടുത്തിയിട്ടാണ് അവിടെ ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അതായത് ഭൂമി ഉണ്ടായി എവല്യൂഷൻ നടക്കുന്ന സമയത്തൊക്കെ ലൈറ്റ്നിങ് ഉണ്ടായതിനോട് സാമ്യപ്പെടുത്തിയിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ എന്തുപയോഗിച്ചിരുന്നത്? ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് ഇലക്ട്രോഡുകളൊക്കെ അവിടെ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. ഡ്യൂറിങ് ദ ടൈം ഓഫ് എവല്യൂഷൻ ദ പോസിബിൾ എനർജി സോഴ്സസ് വേർ. എവല്യൂഷൻ നടന്നിരുന്ന ടൈമിൽ പോസിബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് എന്ന് പറയുന്നത് ഏതായിരുന്നു? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, യു വി റേസ് ആൻഡ് ലൈറ്റ്നിങ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9. Species which have diverged after origin from common ancestors, giving rise to new species adapted to new habitats and ways of life is called. വളരെ ഇമ്പോർട്ടൻ്റ് ആയി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്.
സ്പീഷീസ് വിച്ച് ഹാവ് ഡൈവേഴ്സ്ഡ് ആഫ്റ്റർ ഒറിജിൻ ഫ്രം കോമൺ ആൻസെസ്റ്റർ, അതായത് ഒറിജിന് ശേഷം കോമൺ ആൻസെസ്റ്ററിൽ നിന്നും ഡൈവേർജ് ചെയ്തു പോകുന്ന സ്പീഷീസാണ്. ദെൻ ദ ഗിവിംഗ് റൈസ് ടു ന്യൂ സ്പീഷീസ്, പിന്നീട് അത് പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. ഓക്കെ, അതായത് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നും ഒറിജിൻ ചെയ്തതിൻ്റെ ശേഷം ഫോം ചെയ്തതിൻ്റെ ശേഷം കോമൺ ആൻസെസ്റ്ററിൽ നിന്നും ഡൈവേർജ് ചെയ്തു പോയി മറ്റൊരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറുന്നു. ദെൻ അഡാപ്റ്റഡ് ടു ന്യൂ ഹാബിറ്ററ്റ്സ് ആൻഡ് വേസ് ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് adaptive radiation. Answer is option A, adaptive radiation എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അത് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് എക്സാമിന്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് നോൺ ആസ് ദ ഡയറക്റ്റ് ആൻസെസ്റ്റർ ഓഫ് മോഡേൺ മാൻ? ഹൂ ഈസ് നോൺ ആസ് ദ ഡയറക്റ്റ് ആൻസെസ്റ്റർ ഓഫ് മോഡേൺ മാൻ? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഹോമോ ഇറക്ടസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ, ഹോമോ ഇറക്ടസ്. കേട്ടഗറി നാച്ചുറൽ സയൻസിൻ്റെ പുതിയ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിലേക്ക് അഡ്മിഷൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നിയാൻഡർതാൽ മാൻ? വിച്ച് ഈസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നിയാൻഡർതാൽ മാൻ? അതായത് താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിയാൻഡർതാൽ മാനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തെറ്റായി വന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ്. ഒരെണ്ണം ഇതിൽ തെറ്റാണ്. ആ തെറ്റായിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബ്രെയിൻ കപ്പാസിറ്റി ഈസ് 650 to 800 cc എന്നുള്ളതാണ്. നമുക്കറിയാം നിയാൻഡർതാൽ മാനിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1300 to 1600 cc ആണ് അല്ലേ? അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, 1300 to 1600 cc ആണ് നിയാൻഡർതാൽ മാനിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി അഥവാ ക്രാനിയൽ കപ്പാസിറ്റി അല്ലേ? സി സി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രാനിയൽ കപ്പാസിറ്റിയാണ്. അപ്പോൾ നിയാൻഡർതാൽ മാനിൻ്റെ ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1300 to 1600 cc ആണ്. നമ്മുടെ ആൻസർ ഇതിൽ വരെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്രാനിയൽ കപ്പാസിറ്റി ഓഫ് മോഡേൺ മാൻ വാസ്? മോഡേൺ മാനിൻ്റെ ക്രാനിയൽ കപ്പാസിറ്റി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 1300 to 1600 cc. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെയിൻ കപ്പാസിറ്റി അഥവാ സി സി ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിൻ്റെയും ക്രാനിയൽ കപ്പാസിറ്റി നിങ്ങൾ പഠിക്കണം. ഹ്യൂമൻ ആൻസെസ്റ്റേഴ്സിൻ്റെ ഓരോന്നിൻ്റെയും ക്രാനിയൽ കപ്പാസിറ്റി എന്താണെന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് പോവുക. ഫസ്റ്റ് വൺ ഓസ്ട്രലോപിത്തക്കസ് 500 cc ആണ് അതിൽ വരുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഹോമോ ഹാബിലിസ് എബൌട്ട് 650 to 800 cc ആണ്. ദെൻ ഹോമോ ഇറക്ടസിൻ്റെ എത്ര വരും? എബൌട്ട് 900 cc ആണ്. ജാവ ഏപ്പ് മാനിൻ്റെ ക്രാനിയൽ കപ്പാസിറ്റി 800 to 1000 cc. ദെൻ പെക്കിംഗ് മാനിൻ്റെ ക്രാനിയൽ കപ്പാസിറ്റി വരുന്നത് 850 to 1100 cc. ദെൻ അടുത്തത് നിയാൻഡർതാൽ മാനിൻ്റെ ക്രാനിയൽ കപ്പാസിറ്റി 1300 to 1600 cc. ദെൻ ക്രോമാഗ്നോൺ എബൌട്ട് 1650 cc ആണ് വരുന്നത്. ദെൻ ഹോമോസാപ്പിയൻസ് 1400 ആണ് ഹോമോസാപ്പിയൻസിൻ്റെ ക്രാനിയൽ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റഡി ഓഫ് എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് മാൻ. The study of evolutionary history of man. Correct answer is option A, anthropology. അല്ലേ? എവല്യൂഷണറി ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് എന്താ? ആന്ത്രപ്പോളജി അല്ലേ? ഹ്യൂമൻ ബീയിങ്സിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ആന്ത്രപ്പോളജി. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹോമലോഗസ് ഓർഗാൻസിനെ കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹോമലോഗസ് ഓർഗാൻസ്? ഇപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹോമലോഗസ് ഓർഗാൻസിന് എക്സാമ്പിൾ ഏതാ അല്ലെങ്കിൽ അനലോഗസ് ഓർഗാൻസിന് എക്സാമ്പിൾ ഏതാ വരുന്നത്, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഹോമലോഗസ് ഓർഗാൻസും അനലോഗസ് ഓർഗാൻസിൻ്റെയും ഡെഫിനിഷൻ പഠിക്കുക, അതിന് എക്സാമ്പിൾസും പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്കതിന് ആൻസർ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമുക്ക് എന്താണ് അനലോഗസ് ഓർഗാൻസ്, എന്താണ് ഹോമലോഗസ് ഓർഗാൻസ് എന്നുള്ളതൊന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് അനലോഗസ് ഓർഗാൻസ്. അനലോഗസ് ഓർഗാൻസ് എന്താ? അനലോഗസ് ഓർഗാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഓർഗാൻസ് വിച്ച് ഹാവ് സിമിലർ ഫങ്ഷൻസ് ബട്ട് ആർ ഡിഫറെൻറ്റ് ഇൻ അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ്. അതായത് സിമിലർ ഫങ്ഷൻസ് ആയിരിക്കും
സ്ട്രക്ചർ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അനാട്ടമിക്കൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓർഗാൻസ് വിച്ച് ഹാവ് സിമിലർ ഫങ്ഷൻ ബട്ട് ആർ ഡിഫറെൻ്റ് ഇൻ അനാട്ടമിക്കൽ സ്ട്രക്ചർ. അതിന് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. വിങ്സ് ഓഫ് എൻ ഇൻസെക്റ്റ് ആൻഡ് ബേർഡ്. എങ്ങനെയാണ് വരിക? നമ്മൾ പറഞ്ഞു അല്ലേ, സിമിലർ ഫങ്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അനലോഗസ് ഓർഗാൻസ് എന്ന് പറഞ്ഞാൽ സിമിലർ ഫങ്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് ബേർഡ്സിനാണെങ്കിലും ഇൻസെക്റ്റിനാണെങ്കിലും വിങ്സിൻ്റെ ഫങ്ഷൻ എന്താ? പറക്കാൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ദി ആർ ഡിഫറെൻ്റ് ഇൻ അനാട്ടമിക്കൽ സ്ട്രക്ചർ അല്ലേ? അതിൻ്റെ അനാട്ടമിക്കൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. ഓക്കെ അല്ലേ? മറ്റൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പെക്ടറൽ ഫിൻസ് ഓഫ് ഷാർക്ക് ആൻഡ് ഫ്ലിപ്പേഴ്സ് ഓഫ് ഡോൾഫിൻ. മറ്റൊരു എക്സാമ്പിൾ ഐസ് ഓഫ് മാമൽസ് ആൻഡ് ഒക്ടോപ്പസ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് എന്താണ് ഹോമലോഗസ് ഓർഗാൻസ് എന്നുള്ളത് നോക്കാം. ഹോമലോഗസ് ഓർഗാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ദ ഓർഗാൻസ് വിച്ച് ഹാവ് അനാട്ടമിക്കലി സെയിം സ്ട്രക്ചർ ബട്ട് ആർ ഡിഫറെൻ്റ് ഇൻ ഫങ്ഷൻ. ഓക്കെ, അനാട്ടമിക്കൽ സെയിം സ്ട്രക്ചർ ബട്ട് ആർ ഡിഫറെൻറ്റ് ഫങ്ഷൻ. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ അനാട്ടമിക്കൽ സ്ട്രക്ചർ സിമിലർ ആയിരിക്കും. എക്സാമ്പിൾസ് കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. നോക്കാം എക്സാമ്പിൾസ്. ഫങ്ഷൻസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അനാട്ടമിക്കൽ സ്ട്രക്ചർ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. നോക്കാം. മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്, ഹണി ബീ ആൻഡ് ബട്ടർഫ്ലൈ. ഇത് ഓരോന്നും മൗത്ത് പാർട്സ് ഓരോ രീതിയിലാണ് അതിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. പക്ഷേ അനാട്ടമിക്കൽ സ്ട്രക്ചർ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ദെൻ അടുത്ത എക്സാമ്പിൾ ഫോർലിംസ് ഓഫ് മാൻ, വെയിൽ, ബാറ്റ് ആൻഡ് ചീറ്റ. ഫോർലിംസ് ഓഫ് മാൻ, വെയിൽ, ബാറ്റ് ആൻഡ് ചീറ്റ. ഫോർലിംസ്, മാൻ എന്തിനാണ് ഫോർലിംസ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫോർലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളാണ് അല്ലേ? അതായത് നമ്മളെ കൈകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. പക്ഷേ വെയിലാണെങ്കിലോ ഫോർലിംബ് യൂസ് ചെയ്യുന്നത് അവർക്ക് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അല്ലേ? വെള്ളത്തിൽ നീന്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫോർലിംബ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ബാറ്റ് ആണെങ്കിലോ ദേ യൂസ് ദെയർ ഫോർലിംസ് ഫോർ ഫ്ലൈയിങ് അല്ലേ? പറക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചീറ്റയാണെങ്കിലോ ഓടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഫോർലിംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? ഫങ്ഷൻസ് ഇവിടെ ഡിഫറെൻ്റ് ആണ്, പക്ഷേ അനാട്ടമിക്കൽ സ്ട്രക്ചർ വരുന്നത് സിമിലർ ആണ്. ദെൻ മറ്റൊരു എക്സാമ്പിളാണ് തോൺസ് ഓഫ് ബൊഗൻവില്ലേ ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റ. തോൺസ് ഓഫ് ബൊഗൻവില്ലേ ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റ. അതായത് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് ഇവർക്കുള്ളത് അല്ലേ? അതായത് നമുക്കറിയാം തോൺസ് എന്തിനാണ്? പ്രൊട്ടക്ഷനാണ്. ബൊഗൻവില്ലേ എന്ന് പറഞ്ഞാൽ എന്താ? കടലാസ് പൂവിൻ്റെ ചെടിയാണ്. ഇതിനാവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷനാണ് തോൺസ് കൊടുക്കുന്നത്. എന്നാൽ ടെൻഡ്രിൽസ് എന്താ ചെയ്യുന്നത്? ടെൻഡ്രിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ചെറിയ സ്പ്രിങ് പോലെയുള്ള സ്ട്രക്ചേഴ്സാണ് ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ കുക്കുർബിറ്റയിലൊക്കെ ഈ ടെൻഡ്രിൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മറ്റുള്ള ചെറിയ വേറെ പ്ലാന്റ്സിലൊക്കെ അറ്റാച്ച് ചെയ്ത് പോകാനോ അല്ലേ, സപ്പോർട്ട് എന്നുള്ള ഒരു രീതിക്കാണ് ഈ ടെൻഡ്രിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇവിടെ വന്നത്? ഇത് രണ്ടും തോൺസ് ഓഫ് ബൊഗൻവില്ലേ ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റ. ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും അനാട്ടമിക്കൽ സ്ട്രക്ചർ സിമിലർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹോമലോഗസ് ഓർഗാൻസ്. കറക്റ്റ് ആൻസർ ഏതാണ് വരിക? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അല്ലേ? ഫോർലിംസ് ഓഫ് വെയിൽസ് ആൻഡ് ബാറ്റ്, ചീറ്റ ആൻഡ് ഹ്യൂമൻസ് എന്നുള്ളതാണ് ഹോമലോഗസ് ഓർഗാൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? അനലോഗസ് ഓർഗാൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് ദി ഏജ് ഓഫ് ഫിഷ്? ഏജ് ഓഫ് ഫിഷ് എന്നറിയപ്പെടുന്നത് ഡിവോണിയൻ ആണ്. ഡിവോണിയൻ. ഓക്കെ, ഓർത്ത് വയ്ക്കുക, ഡിവോണിയൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഇറ ഈസ് കൺസിഡേർഡ് ആസ് ദി ഏജ് ഓഫ് റെപ്റ്റൈൽസ്? ഏജ് ഓഫ് റെപ്റ്റൈൽസ് ഈസ് മീസോസോയിക് ഇറ. ഓക്കെ, മീസോസോയിക് ഇറ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ദി ഏജ് ഓഫ് റെപ്റ്റൈൽസ്? വിച്ച് ഇറ ഈസ് കൺസിഡേർഡ് ആസ് ദി ഏജ് ഓഫ് റെപ്റ്റൈൽസ്? ഏതാണ്? മീസോസോയിക് ഇറയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ടേംഡ് ആസ് സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സോൾട്ടേഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ. സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ എന്താണ്? സോൾട്ടേഷൻ ആണ്. ഓക്കെ, സോൾട്ടേഷനെയാണ് സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് വൺ ഓർ മോർ ന്യൂ സ്പീഷീസ് ഫ്രം
an existing species is called. The process of formation of one or more new species from an existing species is called dash. അതായത് നിലവിലുള്ള സ്പീഷീസിൽ നിന്നും ഒന്നോ അതിലധികമോ പുതിയ സ്പീഷീസുകൾ ഫോം ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം? എന്താ പറയുന്നത്? സ്പീസിയേഷൻ എന്നാണ് അല്ലേ? സ്പീഷീസ് ഫോം ചെയ്യുന്നതിനെ എന്താ പറയുക? സ്പീസിയേഷൻ എന്നാണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, സ്പീസിയേഷൻ അല്ലേ? പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നതിനെ എന്താ പറയുന്നത്? സ്പീസിയേഷൻ എന്നാണ്. സോൾട്ടേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ആണ്. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? സഡൻ ചേഞ്ച് ഇൻ ദ DNA സീക്വൻസ്. മ്യൂട്ടേഷൻ എന്താണ്? സഡൻ ചേഞ്ച് ഇൻ ദി DNA സീക്വൻസ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡ്രോബാക്ക് ഓഫ് ഡാർവിനിസം വാസ് ദാറ്റ് ഇറ്റ് കുഡിൻറ്റ് എക്സ്പ്ലെയിൻ ഡാഷ്. ഡാർവിനിസത്തിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല? ഇറ്റ് കുഡിൻറ്റ് എക്സ്പ്ലെയിൻ ദി വാരിയേഷൻ. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. ജനറ്റിക് ഡ്രിഫ്റ്റ് ഈസ് എ ചേഞ്ച് ഓഫ്. ജനറ്റിക് ഡ്രിഫ്റ്റ് ഈസ് എ ചേഞ്ച് ഓഫ് gene frequency from one generation to next. Correct answer is option C. Then Homo erectus erectus is the scientific name of. Homo erectus erectus എന്നുള്ളത് Java ape man's scientific name ആണ്. Correct answer is option A, Java ape man. Then who wrote Origin of Species? Origin of Species എന്നുള്ള ബുക്ക് ഇത് ആരുടെ വർക്കാണ്? നമുക്കറിയാം, ചാൾസ് ഡാർവിൻ ആണ് അല്ലേ? ചാൾസ് ഡാർവിൻ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ ചാൾസ് ഡാർവിൻ. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഓൾ വാരിയേഷൻസ് ഈസ് mutations. The ultimate source of all variations is mutations. Then genetic drift is an account of abrupt decrease in population. അതായത് ജനറ്റിക് ഡ്രിഫ്റ്റ് ഒക്കെ നടക്കുമ്പോൾ ശരിക്കും എന്താ അവിടെ സംഭവിക്കുന്നത്? ഉള്ള പോപ്പുലേഷൻ്റെ സൈസ് കുറയാണ് ചെയ്യുന്നത് അല്ലേ? ജനറ്റിക് ഡ്രിഫ്റ്റ് ഈസ് എൻ അക്കൗണ്ട് ഓഫ് abrupt decrease in population. അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ സപ്പോർട്ടഡ് ദി തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ? സ്പെഷ്യൽ ക്രിയേഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു പവർ ഉണ്ടെന്നും ഈ ഒരു സൂപ്പർ നാച്ചുറൽ പവറിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്നും പറയുന്ന തിയറിയാണ് സ്പെഷ്യൽ ക്രിയേഷൻ തിയറി. ഓക്കെ, ഇത് പ്രപ്പോസ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സ്പെഷ്യൽ ക്രിയേഷൻ തിയറി ആരാ പ്രപ്പോസ് ചെയ്തത്? ശരിക്കും നമ്മുടെ ഫാദർ സോറസ്. ഓക്കെ, ഫാദർ സോറസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് വാസ് ദ നെയിം ഓഫ് ദ ഷിപ്പ് ഇൻ വിച്ച് ഡാർവിൻ സെയിൽഡ് അറൗണ്ട് ദ വേൾഡ്. നമുക്കറിയാം, ചാൾസ് ഡാർവിൻ എവല്യൂഷൻ എന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയ ഒരു സയൻറ്റിസ്റ്റാണ് ഇദ്ദേഹം അല്ലേ? അപ്പോൾ ഗാലപ്പഗോസ് ഐലൻഡിലൂടെയും ഒക്കെ ഇദ്ദേഹം സഞ്ചരിച്ച സമയത്ത് ഒരുപാട് കണ്ടെത്തലുകളൊക്കെ നടത്തി. ആ ഒരു സമയത്ത് ഇദ്ദേഹം യൂസ് ചെയ്ത ഷിപ്പിൻ്റെ പേരെന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, HMS ബീഗിൾ. HMS ബീഗിൾ എന്ന് പറയുന്ന ഷിപ്പിലാണ് ഇദ്ദേഹം എന്ത് നടത്തിയത്? യാത്രകൾ നടത്തിയത്. ഈ ഒരു എവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് പഠനങ്ങൾ ഈ ഒരു രീതിയിൽ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഫുഡ് ഹാബിറ്റ് ഓഫ് ഡാർവിൻ ഫിഞ്ചസ് ലീഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് മെനി അതർ വെറൈറ്റീസ്? അതായത് നമുക്കറിയാം, ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറയുന്നത് ഗാലപ്പഗോസ് ഐലൻഡിൽ കാണുന്ന പലതരത്തിലുള്ള ഫിഞ്ചസ്, ചെറിയ ചെറിയ ബേർഡ്സ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഫുഡ് ഹാബിറ്റ് ഓഫ് ഡാർവിൻ ഫിഞ്ചസ് ലീഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് മെനി അതർ വെറൈറ്റീസ്. പല വെറൈറ്റീസ് ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ളത് ഏത് ഹാബിറ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സീഡ് ഈറ്റർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് മാർസുപ്പിയൽസ് വർ ടേക്കൺ ആസ് എക്സാമ്പിൾസ് ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് ആണ് അല്ലേ? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് വിച്ച് പീരീഡ് ഒറിജിൻ ഓഫ് ലൈഫ് ടുക്ക് പ്ലേസ്? During which period origin of life took place? Correct answer is option C, Precambrian. Precambrian പീരീഡിലാണ് ഒറിജിൻ ഓഫ് ലൈഫ് നടന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ഇതുപോലെയുള്ള രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. പ്രീ കാംബ്രിയൻ ഇറ്റ് ഈസ് ദ പീരീഡ് ഇൻ വിച്ച് ഒറിജിൻ ഓഫ് ലൈഫ് ടുക്ക് പ്ലേസ്. ഡിവോണിയൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഏജ് ഓഫ് ഫിഷസ് ആണ്. ഫിഷസ് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്തത് ഡിവോണിയൻ പീരീഡിലാണ്. ദെൻ സീനോസോയിക്. സീനോസോയിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഏജ് ഓഫ് മാമൽസ്. ഏജ് ഓഫ് റെപ്റ്റൈൽസ് മീസോസോയിക് ആണ്. ഏജ് ഓഫ് റെപ്റ്റൈൽസ് എന്ന് പറയുന്നത് മീസോസോയിക് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.